സ്പീട്രോൺ എന്ന കമ്പനി ഈയിടെയായി പുറത്തിറക്കിയ ഫങ്ക് പ്ലേ എന്ന ഒരു 10 വാട്ടിൻ്റെ മിനി ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് കരോക്കെ മൈക്കിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പ്രൊഡക്റ്റ് ഏകദേശം ഒരു 2 ആഴ്ചയോളം യൂസ് ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില വരുന്നത് 1000 രൂപയാണ്. 1000 രൂപയ്ക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും ഒരു മൈക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പെട്ടെന്നുള്ളൊരു അൺബോക്സിംഗ് ഒന്ന് കാണാം. ഞാൻ ആൾറെഡി അൺബോക്സ് ചെയ്തതാണ്. ഈ ഒരു രീതിയിലുള്ള ബോക്സിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. സൈഡിലായിട്ട് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് സ്പീക്കർ കാണാം. സ്പീക്കർ എടുത്ത് വെക്കാം. പിന്നീട് വരുന്നത് ഒരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. ചാർജറൊന്നും വരുന്നില്ല. പിന്നീട് വരുന്നത് മൈക്കാണ്. കരോക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്കാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മൈക്ക് തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ വാറൻറ്റി ഒക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാർഡ് കൂടി വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ കൂടെ വരുന്നത്. സ്പീക്കർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ തരുന്ന ഒരു സ്പീക്കറാണ്. ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 8.6 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റും ഡെപ്തും വരുന്നത് 8.03 സെൻറ്റിമീറ്റർ ആണ്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൈ പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഒരു വേഗൻ ലെതറിൻ്റെ ഒരു സ്ട്രാപ്പൊക്കെ മുകളിൽ തൂക്കി പിടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ ബട്ടൺസ് എല്ലാം വന്നിട്ടുള്ളത്. ഈ 4 ബട്ടൺസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതിലെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഓക്സ് കേബിൾ ഔട്ടും ഒരു SD കാർഡ് സ്ലോട്ടും ടൈപ്പ് സി ചാർജിങ് പോർട്ടും അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു LED ഇൻഡിക്കേഷനും കൂടി വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താണ് നമ്മളിത് ഓൺ ചെയ്യേണ്ടത്. ഓൺ ചെയ്യുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ RGB ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് മാറിക്കൊണ്ട് കറങ്ങുന്നതായിട്ട് കാണാം. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ആക്കാനും പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.1 ആണ്. ഇതിൻ്റെ ഒരു റേഞ്ച് 10 മീറ്റർ ആണ്. സാധാരണ എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാലും നമ്മളൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള, അതായത് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് ബ്ലൂടൂത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സ്പീക്കർ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ബാക്ക് ഭാഗത്തായിട്ട് ഇതിൻ്റെ ബേസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയഫ്രം മാത്രമാവും വന്നിട്ടുണ്ടാവുക. 57 mm ഡൈനാമിക് ഡ്രൈവാണ് വന്നിട്ടുള്ളത്. 8 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു 60-70 ആ ഒരു പെർസെൻറ്റേജിൽ ഇട്ടുകൊണ്ട് പ്ലേ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു 8 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അതിലും കൂടുതൽ വോളിയത്തിലാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ കിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി, 8 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 5 വാൾട്ട് 1 ആംപിയറിൻ്റെ ചാർജറാണ്. അതുണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ 5 വാൾട്ട് 2 ആംപിയറിൻ്റെ ചാർജറായാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാനൊന്ന് കാണിച്ചു തരാം. Volume maximum. ഈ രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെച്ച് നമ്മളൊരു കരോക്കെ പ്ലേ ചെയ്തുകൊണ്ട് പാട്ട് പാടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ രീതിയിൽ നമുക്ക് കരോക്കെ യൂസ് ചെയ്തുകൊണ്ട് പാട്ട് പാടാനും സാധിക്കും. ഇതിൻ്റെ മൈക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മൈക്കാണ് വന്നിട്ടുള്ളത്. മൈക്കിൽ 4 ബട്ടൺസ് വന്നിട്ടുണ്ട്. മുകളിലെ ബട്ടൺ ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. താഴെ ഇതിൻ്റെ വോളിയം കുറക്കാനും കൂട്ടാനുള്ള ഒരു ബട്ടൺസും വന്നിട്ടുണ്ട്. അതിൻ്റെയും താഴെ ഇതിൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒറിജിനൽ സൗണ്ട് അല്ലാതെ വേറെയും 4 സൗണ്ടുകളിലേക്ക് നമുക്ക് മോഡുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ 2 പ്രൊഡക്റ്റും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് സി പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുള്ള LED ഇൻഡിക്കേഷൻ ലൈറ്റിൽ റെഡ് ലൈറ്റ് ഓൺ ആയി കത്തും. ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് ഓഫ് ആവും. ഇതിൽ M എന്ന് എഴുതിയിട്ടുള്ള മോഡ് ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ അത് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ കറങ്ങുന്ന RGB ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. RGB ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബാറ്ററി ലൈഫ് കൂടുതലായിട്ട് കിട്ടും. ഈ ഒരു പ്രൊഡക്റ്റ് വേറെയും 3 കളറുകളിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ക്രീം എന്ന കളറാണ്.
ഇത് കൂടാതെ ബ്ലാക്ക്, ബ്ലൂ, ലൈറ്റ്, പിങ്ക് എന്നിങ്ങനെ വേറെയും 3 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ മൈക്ക് ഉപയോഗിച്ച് നമ്മൾ ഓഡിയോ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഹലോ ഹലോ Female voice. Hello. Uncle sound effect. hello. Monster sound effect. Baby sound effect. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഓഡിയോ ചേഞ്ച് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നമുക്ക് സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായി യൂസ് ചെയ്യാം. നമുക്ക് കരോക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം മൈക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പർപ്പസ് നമുക്ക് നടക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഒരു ഡിസൈനിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു മാറ്റവും ഇല്ല. കൊടുക്കുന്ന പൈസക്കുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് തന്നെ ഞാൻ പറയും. ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കുന്ന റേറ്റിങ്ങുകൾ എത്രയാണെന്നൊന്ന് കാണിച്ചു തരാം. അത് പറയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റിന് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഔട്ടിനുള്ള റേറ്റിംഗ് ആണ് ഞാനിവിടെ പറയുന്നത്. സൗണ്ട് ക്വാളിറ്റി 4.1 ഔട്ട് ഓഫ് 5, ബേസ് 4 ഔട്ട് ഓഫ് 5, ഡിസൈൻ 4.2 ഔട്ട് ഓഫ് 5, ബാറ്ററി ബാക്കപ്പ് 4.1 ഔട്ട് ഓഫ് 5. ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ മൈക്കും ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൈക്ക് നമുക്ക് കുറേ സമയം ചാർജ് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്നൊന്നും അതിലെ ചാർജ് തീർന്നു പോയില്ല. അതുകൊണ്ട് തന്നെ അതൊരു എത്ര ടൈം കിട്ടുമെന്ന് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അത്യാവശ്യം കിട്ടും, അതിലൊന്നും ഒരു ഇഷ്യൂവും വരാനില്ല. ഇതിന്റെ മൈക്ക് വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 50 മീറ്ററിന്റെ ഒക്കെ റേഞ്ച് നമുക്ക് ഈ മൈക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡുകൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നില്ല. സാധാരണ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറുകളിലൊക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസിന്റെ ഉള്ളിൽ തന്നെ മൈക്ക് ഉണ്ടാവും. അത് വെച്ചുകൊണ്ട് നമുക്ക് കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഫോണിന് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കോൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള സ്പീക്കറിൽ തന്നെ ആയിരിക്കും ഓഡിയോ വരുന്നത്. ഫോൺ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് മേ ബി ഇതിന് സെപ്പറേറ്റ് ഒരു മൈക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടുള്ള ഒരു സെപ്പറേറ്റ് സംഭവം ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഫംഗ്ഷന് അവർക്ക് കൊടുക്കാൻ കഴിയാത്തത്. പിന്നീട് ഒരു നെഗറ്റീവ് പറയാനുള്ളത്, ഇതിലേക്ക് ഓക്സ് കേബിൾ ഇന്ന് വരുന്നില്ല. ഈ ബാക്കിൽ കാണുന്ന 3.5 mm ജാക്ക് വെച്ച് നമുക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് കേൾക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ഡിവൈസിലേക്ക് ഇതിലുള്ള ഓഡിയോ ഔട്ട് ചെയ്യാനോ സാധിക്കുള്ളൂ. അല്ലാതെ വേറെ ഒരു ഡിവൈസിൽ നിന്നും ഇതിലേക്ക് ഓഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിന്റെ തന്നെ വേറെയും 2 മോഡലുകൾ സ്പീക്കറുകൾ ഈ കമ്പനി തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് ഒന്ന് വന്നിട്ട് പീട്രോൺ ഫങ്ക് ഡുവറ്റ് ഇവോ എന്ന ഒരു 20 വാൾട്ടിന്റെ സ്പീക്കറാണ്. ഇതിന്റെ വില വരുന്നത് 1799 രൂപയാണ്. 20 വാൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പീക്കർ 10 വാൾട്ടാണ്. ഇതിന്റെ ഇരട്ടി സൗണ്ട് നമുക്ക് അതിൽ നിന്നും കിട്ടും. 1799 രൂപ. ഇതിൽ നമുക്ക് ഓക്സ് കേബിൾ ഇന്ന് വരുന്നുണ്ട്, മെമ്മറി കാർഡ് വരുന്നുണ്ട്, USB ഓപ്ഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റൗണ്ടിലുള്ള വേറൊരു ഡിസൈനും ഉണ്ട്. പീട്രോൺ ഫങ്ക് പ്ലേ മോജോ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സംഭവം 16 വാൾട്ടിന്റെ സ്പീക്കറാണ് വരുന്നത്. അതിലും ഓക്സ് കേബിൾ ഇന്നും മെമ്മറി കാർഡിന്റെ ഓപ്ഷനും വരുന്നുണ്ട്. എന്നാൽ ഇതിൽ മാത്രമാണ് ഓക്സ് കേബിൾ ഔട്ട് വരുന്നത്. മറ്റേ 2 പ്രൊഡക്റ്റിലും ഓക്സ് കേബിൾ ഇന്നാണ് വരുന്നത്. ഞാൻ രണ്ടാമത് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ വില 1299 രൂപയാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് 1 ഇയറിന്റെ വാറന്റിയാണ് കമ്പനി കൊടുക്കുന്നത്. ഫിസിക്കൽ ഡാമേജിന് വാറന്റി കിട്ടില്ല. അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു ഐഡിയും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇതിന്റെ പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. കൊടുക്കുന്ന പൈസക്കുള്ള സാധനം ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പക്ക വേർത്തായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ചിലപ്പോൾ ഓഫറൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് ചിലപ്പോൾ 800-900 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കുറയാനും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അർജന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്താൽ ആ ഒരു പ്രൈസിലും നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. 1000 രൂപയാണ് ഇതിന് റെഗുലർ ആയിട്ട് വരുന്ന പ്രൈസ്. ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.